സക്സസ്ഫുൾ ബിസിനസ്മാൻ എല്ലാവർക്കും വൺ മെയിൻ കാര്യമാണ് ഹാർഡ് വർക്ക് ആൻഡ് ദി മേക്ക് ദി ഡ്രീംസ് കം ട്രൂ. പരാജയപ്പെട്ടാലും അതിനെ നമ്മളൊന്ന് വിൻ ആക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കൊച്ചു വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പിന്നെ ശ്രമിക്കുമല്ലോ. കൊച്ചു വീണു, അയ്യോ ഇനി വീഴും, അതുകൊണ്ട് എഴുന്നേക്കില്ല, ഇരുന്നാൽ മതി എന്ന് മാത്രം ഒരു അമ്മമാർ പറയത്തില്ല. ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ഒരു ബിസിനസ് തുടങ്ങണം. ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഏറ്റവും ആവശ്യം ഫിനാൻസാണ്. ഫിനാൻസ് കിട്ടാൻ രണ്ട് വഴികളുണ്ട്. ഒന്നീ വീട്ടിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ലോൺ എടുക്കാം. വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു സേഫാണ്. എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാം, എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു കംഫർട്ട് സോണുണ്ട്. ലോൺ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കാൽക്കുലേറ്റഡ് റിസ്ക്. ശത്രുക്കളെ മാക്സിമം കുറയ്ക്കാനോ ഉണ്ടാക്കാതിരിക്കാനോ ശ്രമിക്കുക. പൊതുവേ നമ്മളിങ്ങനെ കുറേ ആൾക്കാരെ കണ്ടുവരുമ്പം ശത്രുക്കൾ സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ തന്നെ ഉണ്ടാകും. കാരണം നമ്മൾ വളർന്നു വരുമ്പം അസൂയ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, വാശി ഉണ്ടാവും, കോമ്പറ്റീറ്റേഴ്സ് ധാരാളമായി ഉണ്ടാവും. ഒരിക്കലും എടുത്ത് ചാടി എനിക്ക് ഇന്ന് കാശ് കിട്ടണം, നാളെ ഞാൻ സക്സസ്ഫുൾ ആകണം, പിറ്റേ ദിവസം മാഗസീൻ 3rd day അവാർഡ്, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ലോൺ കോച്ചിൻ്റെ ഒരു അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ബിസിനസ്സുകാർക്ക്, ഞാൻ പലപ്പോഴും ബിസിനസ്സുകാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ബിസിനസ്സുകാരെ കാണുമ്പോൾ അവർ ഓരോ പ്രശ്നങ്ങൾ സ്ട്രെസ്സ് കയറിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങണമെങ്കിൽ അവർ ഉറക്കഗുളിക കഴിക്കണം, അല്ലെങ്കിൽ മദ്യപിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഗസ്റ്റായിട്ട്. വേറെ ആരുമല്ല, ഡയാന പത്രോസ് വിവിൻ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. സ്ഥാപനത്തിൻ്റെ പേര് മൈൻഡ് സ്റ്റുഡിയോ ക്ലിനിക്ക്. എറണാകുളത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഡയാനെ ഈ ഷോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞാൻ ഈ മണിച്ചിത്രതാഴ് സിനിമയിൽ പപ്പു മോഹൻലാലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഡയാനോട് ഞാൻ ചോദിക്കുകയാണ്, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? കാരണം എന്തെങ്കിലും വട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ജിജോ സാറിനെ കണ്ടാൽ ആർക്കും അങ്ങനെ ഒരു നെഗറ്റീവ് വൈബ് അടിക്കത്തില്ല. ഒരു പോസിറ്റിവിറ്റി മാത്രമേ വരുന്നുള്ളൂ. ബിക്കോസ് യു വെരി കോമ്പറ്റൻറ്റ്, യു വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് യു വെരി പാഷനറ്റ് അബൌട്ട് യുവർ ഫീൽഡ്. സോ ദർ ആർ ലോട്ട് ഓഫ് ക്വാളിറ്റീസ്. കുറേ ഒരു ബിസിനസ് മാനിൽ വേണ്ടിയ എല്ലാ ക്വാളിറ്റീസും ജിജോ സാറിലുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലസ് പോയിൻറ്റ്. അപ്പോൾ സാറിനെ കാണുമ്പോൾ ആരും വട്ട് എന്ന് പറയത്തില്ല. എന്തെങ്കിലും ക്യൂസോ എന്തെങ്കിലും സാറിൻ്റെ നിന്ന് കിട്ടാൻ പറ്റുമെന്ന് മാത്രമേ അവർ നോക്കത്തുള്ളൂ. സോ ഇറ്റ്സ് ഒരു പോസിറ്റീവ് മാഗ്നറ്റായിട്ടാണ് ജിജോ സാർ ഇരിക്കുന്നത് ഇപ്പോൾ. ഭയങ്കര നല്ല അപ്രിസിയേഷൻ തുടക്കം തന്നെ കിട്ടിയത്. തീർച്ചയായിട്ടും ഞാൻ തുടർന്ന് ചോദിക്കുകയാണ്. കാരണം ഞാനിങ്ങനെ ബിസിനസ്സുകാരെ കാണുമ്പോൾ, വിജയിച്ച ബിസിനസ്സുകാരും പരാജയപ്പെട്ട ബിസിനസ്സുകാരും നമ്മൾ കാണുമ്പോൾ അവരൊരു സൈക്കോളജി, വിജയിച്ച ബിസിനസ്സുകാരുടെ സൈക്കോളജി, ഇപ്പോൾ അംബാനി, എലോൺ മസ്ക്, അല്ലെങ്കിൽ ഇവിടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂസഫ് അലി, ഇങ്ങനെയൊക്കെ ആൾക്കാർ വിജയിച്ചിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ. അല്ലെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ പരാജയപ്പെട്ട ആൾക്കാരുണ്ട്. അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു? അവരുടെ സൈക്കോളജി പരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഡയാനയ്ക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നോക്കുവാണെങ്കിൽ ഈ സക്സസ്ഫുൾ ബിസിനസ്മാൻ എല്ലാവർക്കും വൺ മെയിൻ കാര്യമാണ് ഹാർഡ് വർക്ക് ആൻഡ് ദി മേക്ക് ദി ഡ്രീംസ് കം ട്രൂ. അവർ സ്വപ്നങ്ങളിൽ മാത്രം വിശ്വസിക്കില്ല. സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം, അതിനെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അത് മാത്രമേ അവർ ഫോക്കസ് ചെയ്യത്തുള്ളൂ. പിന്നെ എത്ര പരാജയപ്പെട്ടാലും അതിനെ നമ്മളൊന്ന് വിൻ ആക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കൊച്ചു വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പിന്നെ ശ്രമിക്കുമല്ലോ. കൊച്ചു വീണു, അയ്യോ ഇനി വീഴും, അതുകൊണ്ട് എഴുന്നേക്കില്ല, ഇരുന്നാൽ മതി എന്ന് മാത്രം ഒരു അമ്മമാർ പറയത്തില്ല. വീണ് കഴിഞ്ഞാൽ അത് എഴുന്നേക്കണം, അത് ഓടണം, അത് നടക്കണം, പിന്നെ അത് വളർന്നു വരണം. അതെല്ലാം ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് പോലെ. ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ നമ്മൾ പ്യുവർ ഹാർഡ് വർക്കിൽ മാത്രമല്ല, അതിലെ നമ്മൾ ട്രയൽ ആൻഡ് എറർ വഴിയും കൂടി പഠിക്കും. ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത സ്ട്രാറ്റജി നോക്കുക, അത് വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത സ്ട്രാറ്റജി നോക്കുക. അപ്പോൾ അത് സക്സസ് ആകാതെ വരെ ആ ഒരു പാഷനിൽ നമ്മളങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് അവരുടെ സക്സസ് സ്റ്റോറി. ഫോർ എക്സാമ്പിൾ, യൂസഫ് അലി തുടങ്ങിയത് ജസ്റ്റ് 1 ലുലു ആയിട്ടാണ്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സക്സസ്ഫുള്ളി റണ്ണിങ് ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് ദ ഹാർട്ട് ഓഫ് എവറി ഇന്ത്യൻ ഓർ എ മലയാളി. നമ്മൾ തുടക്കത്തിലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയല്ലേ. ഈ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന, ഞാൻ ചോദിച്ചു വരുന്നത് ഇതാണ്, ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർ ഡെവലപ്പ് ചെയ്ത് സക്സസ് ആവാനുള്ള ഒരു ക്രൈറ്റീരിയ, അതായത് എല്ലാവരും വിജയിച്ച ഒരു യൂസഫ് അലിനെയും അല്ലെങ്കിൽ വിജയിച്ച ഒരു എലോൺ മസ്കിനെയും മാത്രമേ കാണുന്നുള്ളൂ. അവർ എങ്ങനെയാണ് ആ വിജയത്തിലേക്ക് വന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ഒരു ബിസിനസ് തുടങ്ങണം. ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഏറ്റവും ആവശ്യം ഫിനാൻസാണ്. ഫിനാൻസ് കിട്ടാൻ രണ്ട് വഴികളുണ്ട്. ഒന്നീ വീട്ടിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ലോൺ എടുക്കാം.
വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു സേഫാണ്, എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാം, എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു കംഫർട്ട് സോണുണ്ട്. ലോൺ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കാൽക്കുലേറ്റഡ് റിസ്ക്. ഇപ്പോൾ രണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് എടുത്തില്ല, കാരണം വീട്ടിൽ നിന്നല്ലേ കാശ് വന്നത്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ലോൺ എടുക്കുകയാണെങ്കിൽ ഐ ഹാവ് ടു പേ ബാക്ക്, എനിക്ക് ഇൻട്രസ്റ്റോടെ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ആ കാശ് യൂട്ടിലൈസ് ചെയ്യണം. അത് ഞാൻ പണം ഇറക്കി, ഞാൻ അതിൻ്റെ റിസൾട്ട് കണ്ടെത്തി, ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു സക്സസ്, ആ ഒരു എഫിഷ്യൻസി, ആ ഒരു പാഷൻ നമ്മൾ അതിലിടും. അതിലിടുമ്പോൾ ഫിനാൻസ് ഇസ് എ ഫസ്റ്റ് ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ ഫിനാൻസ് എവിടെ നിന്ന് എടുക്കണ്ടേ, വീട്ടിൽ നിന്നാണോ ലോണാണോ. സോ കാൽക്കുലേറ്റഡ് റിസ്ക് അവിടെ എടുത്തു. പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീസ്, ദാറ്റ് ഇസ് പ്രാക്ടിക്കലായിട്ട് സ്മോളായിട്ട് തുടങ്ങി, പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് ലാർജറായിട്ട് സ്കെയിലിൽ പോവുക. ഇതാണ് മെയിൻ. സോ ലോൺ ടേക്കിംഗ്, കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് യുവർ പ്യുവർ പാഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. നമ്മൾ ഏത് രീതിയിൽ ആൾക്കാരോട് സംസാരിക്കുന്നു, അവരോട് ഇടപെടുന്നു, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരിക്കലും ശത്രുക്കളെ മാക്സിമം കുറയ്ക്കാനോ ഉണ്ടാക്കാതിരിക്കാനോ ശ്രമിക്കുക. പൊതുവേ നമ്മളിങ്ങനെ കുറേ ആൾക്കാരെ കണ്ടുവരുമ്പം ശത്രുക്കൾ സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ തന്നെ ഉണ്ടാകും. കാരണം നമ്മൾ വളർന്നു വരുമ്പം അസൂയ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, വാശി ഉണ്ടാവും, കോമ്പറ്റീറ്റേഴ്സ് ധാരാളമായി ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു യാത്രയിൽ നമ്മൾ മാക്സിമം അതെല്ലാം ഒഴിവാക്കി നമ്മൾ ചെയ്യുന്ന പെരുമാറ്റം നന്നായി വന്നിട്ട് നമ്മൾ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ, എന്നാൽ നമ്മുടെ കാര്യവും നോക്കുകയും വേണം, നമ്മുടെ കാര്യമായിട്ട് നടക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉറച്ചുറച്ച് വെക്കണം. അതിന് നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകണം. ഒരിക്കലും എടുത്ത് ചാടി എനിക്ക് ഇന്ന് കാശ് കിട്ടണം, നാളെ ഞാൻ സക്സസ്ഫുൾ ആകണം, പിറ്റേ ദിവസം മാഗസീൻ 3rd day അവാർഡ്, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല.